കേരളത്തിൽ 2 ദിവസമായിട്ടേ വിചിത്രമായ ഒരു കാര്യം നടക്കുന്നു. ഒരു തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുമോ എന്നൊരു പേടി ചാനലുകളിൽ കാണുന്നു, പത്രങ്ങളിലുമൊക്കെയുണ്ട്. തൂക്ക് മന്ത്രിസഭ വരും. തൂക്ക് മന്ത്രിസഭ എന്ന് പറഞ്ഞാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു സ്ഥിതി വരും എന്ന് സാരം. അതായത് 140 മണ്ഡലങ്ങളാണ്. അതിൽ 71 സീറ്റ് കിട്ടിയാലേ ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ ഒരു ഫോർമേഷന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കഷ്ടിച്ച് മൂക്ക് വെള്ളത്തിന് മുകളിൽ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലും കിട്ടാതെ ഇപ്പോൾ 69, 2 ഇങ്ങനെ വന്നു വയ്ക്കുക. 2 BJP, LDFന് UDFന് 69 വെച്ച് അപ്പോഴും തൂക്ക് മന്ത്രിസഭയാണ്. ഇതിനുള്ള സാധ്യത ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് 1-2 നമ്മുടെ എക്സിറ്റ് പോളുകാർ അത് പ്രവചിച്ചിട്ടുണ്ട് പോലും. ചാണക്യനോ ചന്ദ്രഗുപ്തനോ അശോകനോ സമുദ്രഗുപ്തനോ ഒക്കെ ഇപ്പോൾ എക്സിറ്റ് പോളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതൊക്കെ ഒരു സാമാന്യ ബുദ്ധിക്ക് അങ്ങ് ചെയ്യുന്നതാണ്. അല്ലാതെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ബൂത്തിൽ നിന്ന് ഒരാളിനെയെങ്കിലും ഇവർ ചോദ്യം ചെയ്യാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഞാൻ എത്രയോ നാളായി, എത്രയോ പതിറ്റാണ്ടുകളായി ഈ കേരളത്തിൽ തേരാപ്പാര നടന്ന് അവിടെ ഇവിടെയൊക്കെ വോട്ട് ചെയ്തവനാണ്. ഇതുവരെ ഒരു പൂച്ചക്കാളിയും എൻ്റെ അടുത്ത് വന്നിട്ട് എക്സിറ്റ് പോളിൻ്റെ വിവരമോ അല്ലെങ്കിൽ എക്സിറ്റ് പോളിന് മുമ്പ് നടത്തുന്ന സർവേ ഉണ്ടല്ലോ, അതോ എന്നോട് ചോദിച്ചിട്ടില്ല. വേറെ ആരോടെങ്കിലും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഞാൻ ഇതിനു വേണ്ടി തന്നെ ഫോൺ ചെയ്ത് പലരെ വിളിച്ചു ചോദിച്ചപ്പോഴും ആരോടും സംസാരിച്ചിട്ടില്ല. അപ്പോൾ വളരെ ചെറിയ സാമ്പിളിലാണ് ഇവർ ചെയ്യുന്നത്. ശുദ്ധ കള്ളത്തരമാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്നാലും പറയുമ്പോൾ ഒരു മര്യാദ വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ശുദ്ധ കള്ളത്തരം എന്ന് പറയുന്നില്ല. വളരെ ചെറിയ സാമ്പിൾ. മൊത്തം കേരളത്തിലെ വോട്ടർമാർ ഒരു 2,70,00,000 വരും. ഈ പറഞ്ഞ ആളുകളിൽ നിന്ന് ഒരു 500 പേരെ അതെടുത്തിട്ടാണ് ഈ തട്ടുന്നത്. നമ്മൾ നറുക്കിട്ടെടുത്ത് കഴിഞ്ഞാലും ഇതുപോലെ കൃത്യമായിട്ടൊക്കെ വരും കേട്ടോ. വെറുതെ ബ്ലൈൻഡായിട്ട് നറുക്കെടുക്കുകയല്ല, നമ്മളുടെ സാമാന്യ ബുദ്ധിയും ഒന്ന് ഉപയോഗിക്കുക. ഇപ്പോൾ UDFന് എത്ര സീറ്റ് കിട്ടും എന്ന് നമ്മൾ നറുക്കെടുക്കണമെങ്കിൽ UDFൻ്റെ മാക്സിമം സീറ്റ് നമ്മൾ സീൽ ചെയ്യുക. 100 UDFന് കിട്ടുമോ? കിട്ടാൻ സാധ്യതയില്ല. 99 വരെ കിട്ടാമെന്ന് എല്ലാവരും പറയുന്നു. ശരി, 99. അപ്പോൾ UDFൻ്റെ ഫസ്റ്റ് ഡിജിറ്റ് 9 തുടങ്ങണം. അത് 9, 8, 7, 6, 5. UDF ഇപ്പോൾ തോക്കുകയാണെന്ന് വെച്ചോ, എവിടം വരെ തോക്കും? ഒരു 40-ന് താഴെ പോകുമോ? 40-ന് താഴെയൊന്നും പോവില്ല. അതിനർത്ഥം പിണറായി വിജയന് 99-100 സീറ്റ് കിട്ടുന്നില്ല, അത്രയൊന്നും കിട്ടാനൊന്നും പോകില്ല. അപ്പോൾ ശരി, 50-ന് താഴെ പോകില്ല എന്ന് വിചാരിക്കാം. ശരി. അപ്പോൾ 5 മുതൽ 9 വരെയുള്ള ചുരുളുകൾ ഇട്ടിട്ട് UDFൻ്റെ ഫസ്റ്റ് ഡിജിറ്റ്, UDFന് കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണത്തിൻ്റെ ആദ്യത്തെ അക്കം നിങ്ങൾ നറുക്കിട്ടെടുക്കുക. അപ്പോൾ 6 വരും, 7 വരും, ചിലപ്പോൾ 5 വരും, എന്ത് വരും? ഇതുപോലെ രണ്ടാമത്തത് BJPക്ക് ഇടുമ്പോൾ സൂക്ഷിക്കണം. BJPക്ക് 0 മുതൽ 14 സീറ്റ് വരെയാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എല്ലാവരും പറയുന്നു 1 സീറ്റെങ്കിലും കിട്ടും എന്ന് പറയുന്നു. അപ്പോൾ BJPക്ക് 2 ഡിജിറ്റ് ആയിരിക്കുമോ 1 ഡിജിറ്റ് ആയിരിക്കുമോ? ഇതൊക്കെ നമ്മൾ സാമാന്യ ബുദ്ധിക്ക് തീരുമാനിച്ചിട്ട് ആ അക്കങ്ങൾ മാത്രം നറുക്കിട്ട് അതിൽ നിന്ന് എടുക്കുക. അല്ലാതെ വെറുതെ ബ്ലൈൻഡായിട്ട് എടുത്താൽ നിങ്ങൾക്ക് അവിശ്വസനീയമായ റിസൾട്ടൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നറുക്കിട്ടെടുത്തു കഴിഞ്ഞാലും ഏകദേശം ഈ പറഞ്ഞ എക്സിറ്റ് പോളുകാരെ പോലെ വരും. എക്സിറ്റ് പോളുകാരും എന്താ സേഫായിട്ടാണ് ചെയ്തിരിക്കുന്നത്. UDFന് അവർക്ക് 67 മുതൽ 78 വരെ. അതിനർത്ഥം എന്താ? അവർക്ക് ഭരണം കിട്ടാതെയും ഇരിക്കാം. LDFനോ അവർക്കൊരു 66 മുതൽ 75 വരെ. അപ്പോൾ അവർക്കും ഭരണം കിട്ടാതെ ഇരിക്കും. ഇതൊക്കെ ആർക്കാ ചെയ്തുകൂടാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു ഊഹാപോഹത്തിൻ്റെ കണക്കാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല.
ഒരു ട്രെൻഡ് പൊതുവെ പത്രത്തിൽ, ടി വിയിൽ, നാട്ടുകാരോട്, ചായക്കടയിൽ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ട്രെൻഡ് കിട്ടുമല്ലോ. അത് വെച്ചിട്ട് ഈ എക്സിറ്റ് പോൾ തെറ്റിപ്പോയി എന്ന് വെച്ചാൽ ഇവരെ എന്താ പിടിച്ച് തൂക്കിക്കൊല്ലാൻ പോകുന്നു? ഒന്നുമില്ല. 5 വർഷം കഴിയുമ്പോൾ ഇവർ ഇതേ നമ്പർ വേണ്ടിയിട്ട് വീണ്ടും ഇറങ്ങും. നമ്മളെല്ലാം ഇത് തന്നെ വെച്ച് ബഹളം വെച്ചുകൊണ്ടിരിക്കും. ഏതായാലും അത് എക്സിറ്റ് പോളിൻ്റെ കാര്യം. അതേ തുടർന്നാണ് ഇപ്പോൾ ഈ തൂക്കുമന്ത്രിസഭ എല്ലാവർക്കും വയറ്റിൽ ഒരു വെപ്രാളമാണ്. BJP ജയിച്ചു കളയുമോ? BJP ജയിച്ചു കളയുമോ? BJP എങ്ങാനും വന്നാൽ എന്താ സംഭവിക്കുക? BJP വന്നു കഴിഞ്ഞാൽ, BJPക്ക് ആരോ പറഞ്ഞ പോലെ 10-14 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ സങ്കല്പിച്ച് പറയാം. എന്നെ പോലെയുള്ള സംഘപരിവാറുകാരൻ മുഴുവൻ ഈ കരിമൂർഖൻ്റെയും രാജവെമ്പാലയുടെയൊക്കെ വർഗീയ വിഷമെടുത്തിട്ട് ചീറ്റ്. മറ്റൊരു ചെറിയ പല്ലൊക്കെയാണല്ലോ മൂർഖൻ്റെ. ഇതങ്ങനെയല്ല, നമ്മുടെ ജലപീരങ്കി വെച്ച് ചീറ്റിക്കളയും വർഗീയ വിഷം. അങ്ങനെ കംപ്ലീറ്റ് കേരളം വിഷമയമായിട്ട് ആൾക്കാരെല്ലാം ശ്വാസം കിട്ടാതെ ചത്തുപോകും. പ്രത്യേകിച്ച് ന്യൂനപക്ഷം. അതിനകത്ത് ഈ തീവ്ര ഹിന്ദുക്കൾ മാത്രം ചാവില്ല, കാരണം അവർക്ക് വിഷം ഏൽക്കില്ല. ഓൾറെഡി അവരുടെ ശരീരത്തിൽ അസാമാന്യമായ വർഗീയ വിഷം ഉള്ളതിനാൽ അവർക്ക് ഈ വിഷം ഏൽക്കാതിരിക്കുകയും വിഷമൊന്നുമില്ലാത്ത അസാധാരണ സാധുക്കളായ മതേതരവാദികളായ മറ്റുള്ളവർ, അതിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, അവരെ സംരക്ഷിക്കാനിറങ്ങുന്ന CPM, കോൺഗ്രസ് ആദി ഹിന്ദുക്കൾ, അവർ ഹിന്ദുത്വവാദികളല്ല, ഹിന്ദുക്കൾ എന്നേ അവർ പറയുള്ളൂ. പരമരഹസ്യമായിട്ട് ഒരു കയ്യും കൂടെ ഇങ്ങനെ പിടിക്കും. താൻ ആരോട്? മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ? ഇങ്ങനൊരു ഒച്ചയെ കേൾക്കുള്ളൂ. ഈ ജാതി കക്ഷികളൊക്കെ ആയിരിക്കും ഈ വിഷത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ നടക്കുന്ന ബഹളം എല്ലാം. ഏതായാലും തൂക്കുമന്ത്രിസഭയ്ക്ക് ഒരു സാധ്യതയുണ്ടാകും. ശരി, തൂക്കുമന്ത്രിസഭ വന്നാൽ എന്ത് ചെയ്യും? ഇതെന്താ ആകാശിടിഞ്ഞു വീഴുന്ന കാര്യമാണ്. 1965 ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല കേരളത്തിൽ. ആർക്കും ഒരു ഫോർമേഷനും ഭൂരിപക്ഷമില്ല. ആരും ആരെയും പിന്തുണയ്ക്കാനും തയ്യാറുമില്ല. അങ്ങനെ കിടന്നു 2 വർഷം ഗവർണർ ഭരണത്തിൽ കിടന്ന മഹത്തായ പ്രബുദ്ധ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിലപ്പുറമൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് സാരം മനസ്സിലായി. 1965 തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല, ആരും ആരെയും പിന്തുണയ്ക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ഗവർണർ ഭരണത്തിൽ പോയി. AP ജെയിൻ എന്ന് പറഞ്ഞിട്ട് ഉത്തർപ്രദേശുകാരൻ, കോൺഗ്രസ്സുകാരനായിരുന്നു ഗവർണർ. അദ്ദേഹം ICSകാരനാണ്, മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള നിയമം ഉണ്ടാക്കിയത്. 1965 കേരള പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട്. അതിൻ്റെ ചട്ടങ്ങളിലെ 3-ാം വകുപ്പാണ് ഈ ശബരിമലയിൽ സ്ത്രീകൾക്ക് കയറാൻ തടസ്സം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി റദ്ദാക്കിയത് 2018 വിധിയിൽ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ കയറരുത് എന്ന് പറയുന്നവർ ഈ ആക്ട് എടുത്തു കളയണമെന്നും ഇത് റദ്ദാക്കണമെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് മതസ്വാതന്ത്ര്യത്തിലേക്കുള്ള കൈകടത്തലാണെന്നും കുറഞ്ഞ പക്ഷം ഇത് ശബരിമലയ്ക്ക് ബാധകമല്ലെന്നും ഒക്കെ പറഞ്ഞ് വാദിക്കുന്നു. എന്തു വാങ്ങിക്കോട്ടെ, വളരെ ഡേഞ്ചറസ് ആയൊരു വാദമൊക്കെയാണത്. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തും വാദിക്കും എന്നുള്ള ഒരു സ്ഥിതി. കേസ് അങ്ങനെയാണപ്പോൾ. അങ്ങനത്തെ ഒരു ഓർഡിനൻസ് അന്ന് പുറപ്പെടുവിച്ചത് ഈ AP ജെയിൻ എന്ന ഉത്തർപ്രദേശുകാരനാണ്, മലയാളികളല്ല എന്ന് സാരം. അത് കഴിഞ്ഞിട്ട് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ് 67 അധികാരത്തിൽ വന്നു. 68 ഈ ഓർഡിനൻസ് പിടിച്ച് ആക്റ്റാക്കി നോട്ടിഫൈ ചെയ്തു. അങ്ങനെയാണ് അത് നിലവിൽ വരുന്നത്. അപ്പോൾ 2 വർഷം ഗവർണർ ഭരണത്തിൽ കഴിഞ്ഞ ആൾക്കാരാണ് നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് 1980 നയനാർ സർക്കാർ അധികാരത്തിൽ വന്നു. 81 ഒക്ടോബറിൽ ആ മന്ത്രിസഭയെ കാലുവാരി താഴെയിട്ടു. ആര്? കോൺഗ്രസ് A എന്ന് പറയുന്ന AK ആൻ്റണി, VM സുധീരൻ തുടങ്ങിയ മഹാന്മാർ അന്ന് CPMൻ്റെ കൂടെയായിരുന്നു. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കില്ല. എന്നെ കോടാലി എടുത്ത് തല്ലാൻ വരും, വെട്ടിക്കൊല്ലാൻ വരും. നിങ്ങൾ ഈ പറഞ്ഞ വല്ല ഗ്രോക്കിനോടോ ജമിനിയോടോ ചോദിക്കും. എന്നെപ്പോലെ ഈ സംഭവത്തിൻ്റെ കാലത്ത് സ്വബോധത്തോടെ ജീവിച്ചിരുന്നവൻ പറഞ്ഞാൽ വിലയില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ ഗ്രോക്കിനെയും ജമിനിയെയും അല്ലേ വിശ്വസിക്കുകയുള്ളൂ. ആ കുന്തത്തോട് ചോദിച്ചു നോക്ക്, അത് നിങ്ങൾക്ക് ഉത്തരം തരും.
1980 നയനാർ അധികാരത്തിൽ വന്നു. 81 ഒക്ടോബറിൽ നയനാരെ ഇവർ കാലുവാരി. ആരൊക്കെ? കോൺഗ്രസ് ബ്രാക്കറ്റിൽ എ, മുസ്ലിം ലീഗ്, പിന്നെ ഒരു ജനതാ പാർട്ടി ഗോപാലൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. ഇവരൊക്കെ കൂടെ കാലുവാരി. നയനാർ സർക്കാർ വീണു. അതാണ് നയനാർ മരിക്കുന്നിടം വരെ മാണിയെ വിശ്വസിക്കരുത്, അവൻ ചതിയന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ കാര്യം ഇതാണ്. 1980 ഈ കാലുമാറ്റമാണ്. എന്തും ആയിക്കോട്ടെ, പെട്ടെന്ന് ഗവർണർ ഭരണം ഒരു 3 മാസം. ഡിസംബറിൽ 81 ഡിസംബറിൽ കരുണാകരൻ ഒരു മന്ത്രിസഭ തല്ലിക്കൂട്ടി. കരുണാകരൻ്റെ കയ്യിൽ 70 MLA-മാർ, നയനാരുടെ കയ്യിലും 70 MLA-മാർ. അങ്ങനെ ഒരു മന്ത്രിസഭ. AC ജോസ് സ്പീക്കർ. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട് ചെയ്യാം. അങ്ങനെ പ്രധാനപ്പെട്ട ബില്ലുകൾ അത് ഇതൊക്കെ കരുണാകരൻ 8 തവണ AC ജോസ് കാസ്റ്റിംഗ് വോട്ട് നടത്തി. അവിശ്വാസ പ്രമേയം കാസ്റ്റിംഗ് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തു. പക്ഷേ ഒട്ടും സ്റ്റേബിളല്ല മന്ത്രിസഭ. അത് ഉരുണ്ടുപിടച്ച് താഴെ വീണു. അപ്പോഴത്തേക്ക് 81 ഡിസംബർ മുതൽ 82 മാർച്ച് വരെ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, ഒരു 3-3.5 മാസം കരുണാകരൻ ഭരിച്ചു. ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് മുഹമ്മദ് കോയയും ഭരിച്ചു. ഇതും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. കരുണാകരൻ 77 അംഗങ്ങളുമായിട്ട് അധികാരത്തിൽ വന്നു. അപ്പോഴും AC ജോസ് ഉണ്ടായിരുന്നു. AC ജോസിന് കാസ്റ്റിംഗ് വോട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലപ്പോഴും നിയമസഭയിൽ ആളുണ്ടാകുകയില്ല. ഇതൊക്കെ ഒരു മന്ത്രിസഭയ്ക്ക് നിലനിൽക്കാൻ ഭൂരിപക്ഷം ആവശ്യമില്ല. ഇതാണ് മൈനോറിറ്റി മന്ത്രിസഭയായിട്ട് ഭാരതത്തിലെ ഭരണഘടന അനുസരിച്ച് നിങ്ങൾക്ക് മൈനോറിറ്റി മന്ത്രിസഭയാവാം. ആ മന്ത്രിസഭയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം ആരെങ്കിലും കൊണ്ടുവന്ന് പാസ്സാക്കിയാൽ മാത്രം അങ്ങേര് രാജിവെച്ചാൽ മതി. എങ്ങനെയാണ് ഈ മൈനോറിറ്റി, അതായത് ഭൂരിപക്ഷം ഇല്ലാത്ത മന്ത്രിസഭയെ നിലനിർത്തുന്നത്? അത് അബ്സ്റ്റെയിൻ ചെയ്തിട്ടാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ സംഭവിക്കുന്ന ആൾക്കാർ ഭയപ്പെടുന്ന ഒരു സീൻ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ല. BJPക്ക് 5 സീറ്റുമുണ്ട്. ഭരണഘടനാപരമായിട്ട് ഇത് ഭരണഘടനയിലുള്ളതല്ല, സുപ്രീം കോടതിയുടെ പിന്നീട് വന്ന ഡയറക്റ്റീവാണ്. ഇത്തരം അവസ്ഥകളൊന്നും ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അവർ മുൻകൂട്ടി കണ്ടിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇത്തരം ഘട്ടങ്ങളിൽ എന്ത് ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെ മന്ത്രിസഭ രൂപീകരിക്കാൻ തീരുമാനിക്കും ഗവർണർ. ഇനി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയല്ല, ഏറ്റവും വലിയ ഒരു ഫോർമേഷനാണെന്ന് വയ്ക്കുക. LDF, UDF, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഫോർമേഷൻ. അതിലേറ്റവും വലുതാരാ? UDF ആണെങ്കിൽ അവരെ വിളിക്കും, LDF ആണെങ്കിൽ അവരെ വിളിക്കും, NDA ആണെങ്കിൽ അവരെ വിളിക്കും. ഇതാണ്. എന്നിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ, 2 ആഴ്ചയൊക്കെയാണ് സാധാരണ കൊടുക്കുന്നത്, 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കണം എന്ന് പറയും. ഭൂരിപക്ഷം MLA-മാരെ കൊണ്ടുപോയി ഗവർണറുടെ മുമ്പിൽ നിർത്തിയാലൊന്നും പോരാ. ഭൂരിപക്ഷം ഫ്ലോറിൽ തെളിയിക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. MLA-മാരുടെ ഒപ്പ് വാങ്ങിച്ചു കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കള്ള ഒപ്പിടുന്നു, പിന്നെ റിസോർട്ടിലേക്ക് മാറ്റുന്നു MLA-മാരെ. ഇതൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ചാൽ എപ്പോൾ ആര് ചാടിപ്പോകുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് റിസോർട്ടിലേക്ക് കൊണ്ടുപോയി 5 സ്റ്റാർ ഹോട്ടലിലിട്ട് പൂട്ടിക്കളയുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, ഏത് 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയാലും, നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും ശരി, നിങ്ങൾ ഫ്ലോറിൽ വന്നിട്ട് അസംബ്ലിയിൽ വന്നിട്ട് വോട്ട് ചെയ്യണം, അപ്പോഴേ ഭൂരിപക്ഷമാകുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്ലോറിൽ ഭൂരിപക്ഷം തെളിയിക്കണം. ഫ്ലോറിൽ ഇപ്പോൾ UDF അല്ലെങ്കിൽ LDF ഭൂരിപക്ഷം അവർക്കില്ല, പക്ഷേ അവർ മന്ത്രിസഭ ഉണ്ടാക്കി 15 ദിവസത്തിനകം വിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു. എന്നിൽ വിശ്വാസമുള്ളവരെത്ര? ഇതാണ് ചോദ്യം. ആ സമയത്ത് BJP അബ്സ്റ്റെയിൻ ചെയ്യുന്നു, വിട്ടു നിൽക്കുന്നു. അപ്പോൾ LDFന് കൂടുതൽ, UDFന് കുറവ്. അല്ലെങ്കിൽ UDF ആണ് ഈ മന്ത്രിസഭ ഉണ്ടാക്കിയതെങ്കിൽ UDFന് കൂടുതൽ, LDFന് കുറവ്. അപ്പോൾ ഭരിക്കുന്നവന് ഭൂരിപക്ഷമായി, അവൻ ഭരിക്കും.
BJP എന്തെങ്കിലും ന്യായം പറയും, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ജനാധിപത്യത്തിൽ ഒരു സ്റ്റെബിലിറ്റി വേണ്ടേ, എന്നാൽ ഞങ്ങൾക്ക് ഇവർക്ക് വോട്ട് ചെയ്യാനും മനസ്സില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ നിയമസഭയിൽ വരാതിരിക്കുക. ഇങ്ങനെയാണ് ഭൂരിപക്ഷമില്ലാത്ത മൈനോറിറ്റി മിനിസ്ട്രിയെ നിലനിർത്തുന്നത്. ഇങ്ങനെയാണ് ദേവഗൗഡ നിലനിന്നത് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയായിട്ട്, ഗുജറാൾ നിലനിന്നത്, പിന്നീട് നരസിംഹറാവു നിലനിന്നത്, പിന്നീട് മൻമോഹൻ സിംഗ് 2 തവണ 10 വർഷം ഭരിച്ചല്ലോ. ഈ 10 വർഷവും മൻമോഹൻ സിംഗിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. CPM പിന്തുണച്ചു, പിന്നെ സമാജ്വാദി പാർട്ടി പിന്തുണച്ചു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. VP സിംഗ് 89-ൽ VP സിംഗ് വന്നില്ല. VP സിംഗ് വീണ് കഴിഞ്ഞിട്ടാണ് ദേവഗൗഡയൊക്കെ. VP സിംഗിനെ സപ്പോർട്ട് ചെയ്തതല്ല, പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയായിരുന്നു BJPയും CPM. അങ്ങനെയാണ് BJP പിന്തുണ പിൻവലിച്ചപ്പോൾ VP സിംഗിനെ രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ മൈനോറിറ്റി മിനിസ്ട്രികൾ പോസിബിളാണ് ഇന്ത്യയിൽ. കേരളത്തിൽ പക്ഷേ മൈനോറിറ്റി മിനിസ്ട്രി ഉണ്ടായിട്ടില്ല ഇന്നുവരെ. ഈക്വൽ മിനിസ്ട്രി വരെ എത്തി. ഞാൻ പറഞ്ഞില്ലേ കരുണാകരൻ്റെ കഥ, 70-70 കരുണാകരനും നയനാരും തമ്മിലുള്ള തായംകളി. അത് പക്ഷേ 3 മാസമേ നിന്നുള്ളൂ താനും. പിന്നെ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു. അതിനുശേഷം അത്ര ശക്തമൊന്നും അല്ലെങ്കിലും 77 സീറ്റുമായിട്ട് കരുണാകരൻ വീണ്ടും അധികാരത്തിൽ വരികയാണ് ഉണ്ടായത്. പിന്നീട് ബൈ ആൻഡ് ലാർജ് സ്റ്റേബിളായിരുന്നു. LDF ആണെങ്കിലും UDF ആണെങ്കിലും മാറി മാറി വരും. ഉമ്മൻചാണ്ടി മാത്രം ഒരു 73 സീറ്റുമായിട്ട് ഒരു പ്രശ്നത്തിലൊക്കെ വന്നിരുന്നു. അന്നാണ് നമ്മുടെ നെയ്യാറ്റിങ്കര MLA, അയ്യോ അങ്ങേരുടെ പേര് ഞാൻ മറന്നുപോയി, വത്സരാജോ, അങ്ങനെ അങ്ങേര് മാറി. നെയ്യാറ്റിങ്കര MLA LDFിൽ നിന്ന് UDFിലേക്ക് മാറി. അങ്ങേരുടെ MLA സ്ഥാനം നഷ്ടപ്പെട്ടു. വീണ്ടും അവിടെ തിരഞ്ഞെടുപ്പ് നടന്നു. വീണ്ടും ഇയാൾ ജയിക്കുകയും ചെയ്തു. അപ്പോൾ എന്നിട്ട് UDFിൽ തുറന്നു. ആ ഓപ്പറേഷൻ നടത്തിയത്, ഓപ്പറേഷൻ നെയ്യാറ്റിങ്കര, അത് നടത്തിയത് PC ജോർജ് ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും PC ജോർജിനെ തല്ലാനും കൊല്ലാനും, PC ജോർജ് കട്ടയാനാണ്, പുള്ളി അന്നും വിട്ടുകൊടുത്തൊന്നുമില്ല. അപ്പോൾ ഇതും ഒരു ചരിത്രമൊക്കെയാണ്. അതിനു മുമ്പ് ലോനപ്പൻ നമ്പാടൻ ഒരു തവണ കൂറുമാറിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കൂറുമാറ്റങ്ങൾ, ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ മൈനോറിറ്റി മിനിസ്ട്രിയാണ് സംഭവിക്കാൻ ഇനി ബാക്കിയുള്ളത്. സാധാരണ സംസ്ഥാനങ്ങളിൽ മൈനോറിറ്റി മിനിസ്ട്രി ഉണ്ടാവാറില്ല. കേന്ദ്രത്തിലാണ് മൈനോറിറ്റി മിനിസ്ട്രി സ്റ്റേബിളായിട്ട് പോകുന്നത്. സംസ്ഥാനങ്ങളിൽ ആരെങ്കിലും പാര വെച്ചിട്ട് ഈ സാധനം താഴെയിടും, അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കും. കേന്ദ്രത്തിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്, നടത്താൻ പറ്റില്ല. വാജ്പേയി 96-ൽ അധികാരത്തിൽ വന്നു, വീണു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കുറച്ച് പേര് ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുപ്പ് നടന്നു. കൂടെയുള്ള തിരഞ്ഞെടുപ്പ് കൊണ്ട് രാജ്യം വിഷമിച്ചു. 98-ൽ വാജ്പേയി വന്നു, ഒരു വോട്ടിന് തോറ്റുപോയി. 99-ൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വന്നു. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കേന്ദ്രത്തിൽ നമുക്ക് ഈ കളി മുതലാവില്ല. ഇങ്ങനെ കാലുവാരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. കേന്ദ്രം ഏകദേശം മെച്യൂർഡായി. തനിക്കിഷ്ടമില്ലാത്ത പാർട്ടിയാണെങ്കിൽ പോലും ഒരു 5 വർഷം ഭരണത്തിൽ ഇരുന്നോട്ടെ, അതാണ് രാജ്യത്തിന് നല്ലത്. മൊത്തം രാജ്യവും മുന്നോട്ട് പോകണമല്ലോ. നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളെ വല്ലാതെ വഴക്ക് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, അവർക്കും ഈ രാജ്യത്തെപ്പറ്റി ഒരു കരുതലൊക്കെ ഉണ്ട്, മനസ്സിലായ. ഒട്ടും കരുതലില്ലാതെ പലപ്പോഴും അവർ പെരുമാറാറുമുണ്ട്. അത് സേഫ് സൈഡിലാണ്. ഇപ്പോൾ മോദി ഭരണത്തിലിരിക്കുന്നു, ഭരണത്തിന് കുഴപ്പമൊന്നും വരാൻ പറ്റും. അതുകൊണ്ട് കൈവിട്ട കളി ചിലപ്പോൾ പ്രതിപക്ഷം കളിക്കാറുണ്ട്. രാഹുൽ ഗാന്ധി അവരവരൊക്കെ രാജ്യദ്രോഹം പോലെയോ അതുപോലുള്ള പ്രസ്താവനകൾക്ക് അങ്ങനെയൊക്കെ സമരം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാറൊക്കെയുണ്ട്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കാരണവർ സ്റ്റേബിളായിട്ട് അവിടെ ഇരിപ്പുണ്ട്, നമുക്ക് ദോഷമൊന്നും വരില്ല. ഇപ്പം ഈ പറഞ്ഞ ഹോർമൂസ് കടലെടുക്കും കുന്തമൊക്കെ ഉണ്ടായിട്ട് ചാപ്പാടിന് കുറവൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് അതിൻ്റെ ബലത്തിൽ കുറേ കളികളൊക്കെ കളിക്കും. ബട്ട് അൾട്ടിമേറ്റ്ലി ഈ കേന്ദ്രത്തിൽ ഇങ്ങനത്തെ കളി ശരിയാവില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് സാധാരണഗതിയിൽ സ്റ്റേബിളായിട്ട് അങ്ങ് പോകുന്നു. ഇപ്പോൾ മോദി ഘടകകക്ഷികളുമായിട്ട് ചേർന്നാണ് ഭരിക്കുന്നത്. ഘടകകക്ഷികൾക്ക് വേണമെങ്കിൽ മനഃപൂർവ്വം മോദിയെ ഉരുട്ടിയിടണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉരുട്ടിയിടാം. പക്ഷേ അവർ ചെയ്യില്ല. കാരണം സ്റ്റെബിലിറ്റി വേണം കേന്ദ്രത്തിൽ.
സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല, സ്റ്റെബിലിറ്റി വലിയൊരു പ്രശ്നമല്ല. ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ചെറിയ സംസ്ഥാനത്ത്, ഇലക്ഷൻ കമ്മീഷനും ഈ വലിയ അക്രമവും ബഹളമൊന്നും നമ്മുടെ തെരഞ്ഞെടുപ്പിനില്ലല്ലോ. ഇവിടെ മമതാ ബാനർജിയൊന്നുമില്ല. ഇവിടെ ഉള്ള പിണറായി വിജയനും CPM ഒക്കെയാണ് വലിയ അക്രമകാരികൾ. അവർ തന്നെ അത്ര വലിയ വിഷപ്പല്ലുള്ളവരല്ല. അവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ കേന്ദ്രസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. അതുകൊണ്ട് പൊതുവേ കേരളത്തിൽ സമാധാനപരമായ തെരഞ്ഞെടുപ്പുമാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കൂടെ നടക്കട്ടെ എന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചു എന്ന് വരാം. ബട്ട് അണ്ടർ ദ ഗിവൺ സിറ്റുവേഷൻ കേരളത്തിൽ ഒരു തൂക്ക് മന്ത്രിസഭ അല്ലെങ്കിൽ തൂക്ക് സഭ എന്ന് പറയാം, അതുണ്ടാവുകയാണെങ്കിൽ BJP അതുമായിട്ട് സഹകരിക്കാനാണ് സാധ്യത. കാരണം BJPയുടെ അഖിലേന്ത്യാ നയം തന്നെ ഏകദേശം സ്റ്റെബിലിറ്റിക്ക് ഫേവറായിട്ടുള്ള ഒരു നയമാണ്. ഇതിൽ തൂക്ക് മന്ത്രിസഭ ഉണ്ടാകുമോ എന്നെനിക്കറിഞ്ഞുകൂടാ. എക്സിറ്റ് പോളിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. നറുക്കെടുപ്പിനെയാണ് അതിൽ കൂടുതൽ എനിക്ക് വിശ്വാസം. ഈ റൈഡേഴ്സൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, തൂക്ക് മന്ത്രിസഭ ഉണ്ടായിക്കഴിഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഈ TV-കാരൊക്കെ പരിഭ്രമിക്കുന്ന പോലെ ഒരു കുഴപ്പവും സംഭവിക്കാനും പോകുന്നില്ല. അതുകൊണ്ട് തൂക്കെങ്കിൽ തൂക്ക് നമുക്ക് നോക്കാം. താങ്ക് യു.